ഹായ് എവരി വൺ. നമ്മൾ മിററിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. മിററിനെ കുറിച്ച് പറയുമ്പോൾ ഇമേജ് ഫോർമേഷൻ ബൈ മിറർ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസിങ് റേ ഡയഗ്രാം ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂസിങ് മിറർ ഇക്വേഷൻ. നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് മിറർ അല്ലെങ്കിൽ മിററിന്റെ റേ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ടുഡേസ് ടോപ്പിക് ഈസ് ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്. സോ വെൽക്കം ടു ഫീഡ്. യെസ്, അപ്പോൾ നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ വരയ്ക്കുന്നത് പറഞ്ഞു. ഈ സ്ഫെറിക്കൽ മിററിന്റെ പ്രത്യേകത, സ്ഫെറിക്കൽ മിററിൽ തന്നെ കോൺകേവും ഉണ്ട്, അതേപോലെ തന്നെ കോൺവെക്സും ഉണ്ട്. ഇതിൽ കോൺകേവിന്റെ പ്രത്യേകത എന്താ? കോൺകേവ് ആണ് റിയൽ ഇമേജസ് ഫോം ചെയ്യുക. ഈ റിയൽ ഇമേജസ് ഫോം ചെയ്യുന്ന കോൺകേവിന് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ വെക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയൽ ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ കോൺകേവ് മിറർ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇമേജിനെ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഒരു കോൺകേവ് മിറർ ആണുള്ളത്. നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ദിസ് പോയിന്റ്, യെസ് ദിസ് പോയിന്റ്, ദാറ്റ്സ് ദ ഫോക്കസ്. ഈ ഫോക്കസും അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ദാറ്റ് ഈസ് സി മീൻസ് സെന്റർ ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം എന്ന് പറയും. ഈ കേന്ദ്രത്തിൽ നിന്നും എഫിലേക്കുള്ള ദൂരവും എഫിൽ നിന്നും പിയിലേക്കുള്ള ദൂരം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് എഫിന്റെ ഇരട്ടിയാവണം എന്ത്? സി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ഡിഫറെന്റ് ലൊക്കേഷൻസിലേക്ക് വെക്കുന്ന സമയത്ത് ഇത് ഡിഫറെന്റ് ഫോം ഓഫ് ഇമേജുകളാണ് ഫോം ചെയ്യുക. സോ ഫസ്റ്റ് വൺ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒബ്ജക്ട് ബിയോണ്ട് സി, അഥവാ ഒബ്ജക്ട് സിയുടെ പുറകിൽ, അഥവാ വസ്തു സിയുടെ പുറകിൽ. അപ്പോൾ നമ്മൾ വസ്തു എന്ത് ചെയ്തു? സിയുടെ പുറകിൽ വെച്ചു. വസ്തു സിയുടെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റേ ഡയഗ്രാം വരയ്ക്കുക? ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ട പരിപാടി, പാരലൽ ആയിട്ട് അഥവാ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ദിസ് വൺ ഈസ് എ പ്രിൻസിപ്പൽ ആക്സിസ്. എവിടെ? ഇതുമാണ് ഈ കാണുന്നത്. ദിസ് ഈസ് എ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യണം? ഒരു റേ വരണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോൺകേവിന്റെ പ്രത്യേകത. പാരലൽ ആയിട്ട് ഏതെങ്കിലും ഒരു റേ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? റിഫ്ലക്ഷന് ശേഷം അതിന്റെ ഫോക്കസിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. സോ നമ്മളത് ഫോക്കസിലൂടെ പാസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? വരുന്നവനും പോകുന്നവനുള്ള ആരോ മാർക്ക് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം സെക്കൻഡ് റേ വരയ്ക്കേണ്ടത് എപ്പോഴും ഇതിലൂടെ ആയിരിക്കണം? ഫോക്കസിലൂടെ, ഫോക്കസ് അല്ല, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ആയിരിക്കണം, സിയിലൂടെ ആയിരിക്കണം. സിയിലൂടെ വരച്ചാലുള്ള പ്രത്യേകത എന്താ? സിയിലൂടെ വരുന്ന റേ സിയിലൂടെ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ആൻഡ് എവിടെയാണോ ഈ രണ്ടും കൂട്ടിമുട്ടിയുള്ളത്, അറ്റ് ദാറ്റ് പോയിന്റ് അവിടെ ആയിരിക്കും നമ്മുടെ എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒബ്ജക്റ്റിനെ സിയുടെ ബാക്കിൽ വെച്ച സമയത്ത് എനിക്ക് ഇമേജിനെ കിട്ടിയിട്ടുള്ളത് എഫ് ആൻഡ് സി, ബിറ്റ്വീൻ എഫ് ആൻഡ് സി, അഥവാ എഫിന്റെയും സിന്റെയും ഇടയിലാണ്. ആൻഡ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിററിന്റെ മുമ്പിലാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് റിയൽ ഇമേജ്, അഥവാ യഥാർത്ഥ പ്രതിബിംബം. ആൻഡ് ഒബ്ജക്റ്റ് മുകളിലേക്കും ഇമേജ് അടിയിലേക്കുമാണുള്ളത്, അഥവാ തല കുത്തനെ അഥവാ തല കീഴായത്. ഇറ്റ് മീൻസ് ഇൻവേർട്ടഡ് ഇമേജ്. ആൻഡ് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് സൈസ് ലാർജും ഇമേജ് സൈസ് ചെറുതുമാണ്. സോ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ദിസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇമേജ് വെൻ ഇറ്റ് ഇസ് പ്ലേസ്ഡ്, ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് സി. ആൻഡ് നൗ ദ നെക്സ്റ്റ് ലൊക്കേഷൻ, സിയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. സിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം? സിയിൽ വെക്കണം. സിയിൽ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റേ എന്ത് ചെയ്യണം? നേരെ പാരലായിട്ട് വന്ന് ഹിറ്റ് ചെയ്യണം. ഹിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പാരൽ ഹിറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? നേരെ ഫോക്കസിലൂടെ പാസ് ചെയ്യണം. ക്ലിയർ? ആൻഡ് രണ്ടാമത്തെ റേ നമ്മൾ പഠിച്ചത് എന്താണ്? സിയിലൂടെ പാസ് ചെയ്യണമെന്നാണ്. ബട്ട് ഈ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് സിയിലൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മെത്തേഡ് വരും വേറൊരു മെത്തേഡ് അപ്രോച്ച് ചെയ്യേണ്ടി വരും ഈ ഒരു സമയത്ത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഫോക്കസിലൂടെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി റിഫ്ലക്ട് ആസ് പാരലലി ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, അഥവാ പ്രിൻസിപ്പൽ ആക്സിലൂടെ പാരലായിട്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാലോ എവിടെയാണോ ഈ രണ്ട് റേയും ജോയിൻ ചെയ്യുന്നത് ആ പോയിന്റിൽ ഇമേജ് ഫോം ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ഈ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും സിയിലാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രോപ്പർട്ടീസ് വൈസ് നോക്കുകയാണെങ്കിലോ റിയൽ ആണ്, ഇൻവേർട്ട് ആണ്. ബട്ട് സൈസ് വൈസ് നോക്കുമ്പോഴോ രണ്ടും എന്താണ്? സെയിം സൈസ്ഡ് ആണ്. അഥവാ ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും. സോ നമ്മൾ ഇവിടുന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ട് സൈസും ഇമേജ് സൈസും ഒരുപോലെ തരുന്ന, റിയൽ ഇമേജ് ഉണ്ടാക്കി തരുന്ന ഒരു മിററാണ് ആര്? കോൺകേവ് മിറർ എന്നുള്ളത്. ക്ലിയർ? ഓക്കെ. അത് നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എഫിന്റെയും സിന്റെയും ഇടയിലാണ്. സോ എഫിന്റെയും സിന്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആസ് യൂഷ്വൽ ഡയറക്റ്റ് എന്ത് ചെയ്യണം? ഒരു പാരലൽ റേ വരണം. അത് ഹിറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? അതിന്റെ ഫോക്കസിലൂടെ പാസ് ചെയ്യണം. ആൻഡ് രണ്ടാമത്തെ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് സി ബാക്കിലാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സ്കെയിൽ വെച്ചിട്ട് സിയിലൂടെ പാസ് ചെയ്യാം. ആൻഡ് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ദാറ്റ് പോയിന്റിൽ എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവും? ഇമേജ് ഫോം ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ആൻഡ് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കാം. പ്രോപ്പർട്ടീസ് നോക്കുന്ന സമയത്ത് സെയിം റിയൽ,
ഇൻവേർട്ടഡ്, ബട്ട് സൈസ് നോക്കുമ്പോഴോ സൈസ് എന്താണ്, വസ്തുവിനേക്കാളും വലുതാണ് എന്ത് ഇമേജിന്റെ സൈസ്. ക്ലിയർ? ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം സിയുടെ മുമ്പിലേക്ക് വരും തോറും ഇമേജ് സൈസ് ലാർജർ ആൻഡ് ലാർജർ ലാർജർ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സിയുടെ ബാക്കിലേക്ക് പോകുന്നതോറും ഡിമിനിഷ്ഡ് ആയിക്കാണ്ട് പോയിക്കൊണ്ടേയിരിക്കും. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത ലൊക്കേഷൻ പറയുന്നത് എഫ് ഫോക്കസിൽ വെക്കുമ്പോൾ ഉള്ളതാണ്. സോ ഫോക്കസിൽ വെക്കുമ്പോൾ ആസ് യൂഷ്വൽ ഫോക്കസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നേരെ പോകണം, നേരെ പോയിട്ട് എന്ത് ചെയ്യണം, ഫോക്കസിലൂടെ തന്നെ പാസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് റേ എന്ത് ചെയ്യേണ്ടി വരും, സിയിലൂടെ പാസ് ചെയ്യണം. ക്ലിയർ? ബട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് റേയും പോകുന്നത് പാരലൽ ആയിട്ടാണ്. സോ പാരലൽ റേസ് ജോയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ് ഇവിടെ. സോ നമ്മൾ എന്ത് അസ്യൂം ചെയ്യാണ്, ഈ പാരലൽ റേസ് വരുന്നതൊക്കെ എവിടെ നിന്നാണ്, ഇൻഫിനിറ്റിയിൽ നിന്നാണ്. സോ മേ ബി ദാറ്റ്സ് എ പോസിബിലിറ്റി ഇതെന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നുള്ളത്. സോ ഇതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇൻഫിനിറ്റിയിലാണ്. പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, റിയൽ ഇൻവേർട്ടഡ് ബട്ട് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും ഇതിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ലൊക്കേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ ആണ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന് പറയുന്നത്. സോ എഫിന്റെയും പിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത്, അഥവാ എഫിന് മുമ്പിലേക്ക് ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെയാണ് എന്ത്, ഡയറക്റ്റ് റേ വരുന്നു, അതെന്ത് ചെയ്യണം, ഫോക്കസിലൂടെ പാസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് റേ എന്ത് ചെയ്യണം, സിയിലൂടെ പാസ് ചെയ്യണം. ബട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് റേസും, അഥവാ സിയിലൂടെ പോകുന്ന റിഫ്ലക്റ്റഡ് റേയും എഫിലൂടെ പോകുന്ന റിഫ്ലക്റ്റഡ് റേയും വൈഡർ ആയിട്ടാണ് പോകുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല എന്ത്, മിററിന്റെ മുമ്പിൽ ഇവ രണ്ടും ജോയിൻ ചെയ്യിക്കാനുള്ളത്. സോ മുമ്പിൽ ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നുള്ള പോസിബിലിറ്റി ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്ക് സൈഡ് ഓഫ് ദി മിറർ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ രണ്ട് റേയും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ജോയിൻ ചെയ്യുന്ന ദാറ്റ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആരോ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അവർ ഇമേജ്. അതിനവിടെ നോക്കുകയാണെങ്കിൽ മറ്റു റേ ഒക്കെ വരച്ചതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ അതിൽ ഇമേജിനെ കാണിച്ചിട്ടുള്ളത്. ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലേക്ക് കാണിക്കുന്ന ഇമേജ് ആണ്. അതായത് ഇതൊരു മിഥ്യ അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇത് വിർച്വൽ ആണ്, അതേപോലെ തന്നെ എന്താണ്, വിർച്വൽ ഇമേജ് ആണ്, സൈസ് വളരെ വലുതാണ്. ഇതിന് ഉണ്ടാക്കുന്ന ഇമേജിന്റെ സൈസ് എന്താണ്, വളരെ വലുതാണ്. ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്, അഥവാ നിവർന്നു നിൽക്കുന്ന ഇമേജ് ആണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺകേവ് മിറേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്, റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ബട്ട് അറ്റ് വൺ ലൊക്കേഷൻ ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, വിർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ദ ലൊക്കേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പ്രത്യേകത, നമ്മുടെ ഡെന്റിസ്റ്റുകൾ അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഈ ഒരു ലൊക്കേഷനിലൊക്കെ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ കോൺകേവ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അവർ വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് പ്രോപ്പർട്ടി ഓഫ് ദി കോൺകേവ് മിറർ ആണ്. ആൻഡ് സ്പെറിക്കൽ മിറേഴ്സിൽ അവസാനമായിട്ട് വരുന്ന ആളാണ് കോൺവെക്സ് മിറർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കോൺകേവ് റിയൽ ആണെങ്കിൽ കോൺവെക്സ് എപ്പോഴും എന്ത് ചെയ്യും, വിർച്വൽ ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, അഥവാ മിഥ്യാ പ്രതിബിംബമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മളെ വാഹനങ്ങളിലെ കണ്ണാടിയായിട്ട്, ATMസിൽ സെക്യൂരിറ്റി മിറേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ട്രാഫിക് മിറേഴ്സ് ആയിട്ട് ഇത് ഒരുപാട് നിങ്ങളുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓഫ് ദി ഇതിന്റെ എന്ത് കൂടുതലാണ്, ഈ ഒരു മിററിന് വിസിബിലിറ്റി അല്ലെങ്കിൽ വൈഡ് ആംഗിളിലുള്ള വിസിബിലിറ്റി കൂടുതലാണ്, അഥവാ വീക്ഷണം വിസ്തീർണം കൂടുതലാണ്. ആൻഡ് ഇതിന്റെ ഫ്രണ്ടിൽ എവിടെ ഞാൻ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് റേ അടിക്കണം. ബട്ട് ഇതിന് ഫോക്കസ് എന്ന് പറയുന്നത് വിർച്വൽ ഫോക്കസ് ആണ്, അഥവാ മിഥ്യാ ഫോക്കസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫോക്കസിൽ നിന്നും വരുന്ന പോലെ ഈ റേനെ എന്ത് ചെയ്യണം, റിഫ്ലക്ട് ചെയ്ത് കാണിപ്പിക്കണം. ആൻഡ് സെക്കൻഡ് റേയും എന്ത് ചെയ്യണം, സിയിലൂടെ പാസ് ചെയ്യണം. രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന അറ്റ് ദാറ്റ് പോയിന്റ് നിങ്ങൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും, ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ കാണാൻ വേണ്ടി പറ്റും. ഒരൊറ്റ പ്രത്യേകത ഉള്ളൂ, ഇവിടുത്തതും മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് ആണ്. പ്രത്യേകത സൈസ് ചെറുതാണ്. മേ ബി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോസിബിലിറ്റി എന്ന് പറയുന്നത്, കോൺകേവ് ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺകേവ് എന്ന് പറയുന്നത് എൻലാർജ്ഡും അഥവാ വലുതും, കോൺവെക്സ് ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം ഡിമിനിഷ്ഡ് അഥവാ ചെറുതുമായിരിക്കും. So this is all about the ray diagram of spherical mirrors. Thank you.